രാജന് എൻ്റെ ഇളയ സഹോദരനായിരുന്നു. ഇളയ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ 2.5 വയസ്സിൻ്റെ വ്യത്യാസമാണ്. എനിക്ക് മുകളിൽ 4 പേരുണ്ടായിരുന്നു, താഴോട്ടും 3 പേരായിരുന്നു. അങ്ങനെ 8 പേരായിരുന്നു ഞങ്ങൾ. അതിലേറ്റവും ഇളയെന്ന് പറയുന്നത് 2 സഹോദരിമാരും, അതിന് തൊട്ട് മുകളിൽ പത്മരായനുമായിരുന്നു. എത്ര തിരക്ക് ഇവിടെയൊക്കെ സിനിമ ഉണ്ടില്ലും എല്ലാം കട്ട് ചെയ്തിട്ട് 3 ഡേയ്സ്, അതായത് തിരുവോണാവട്ടം ചതയം 3 ഡേയ്സ് ഫാമിലി സഹിതം വരും. അമ്മയോടൊപ്പം ഇരുന്നേ കഴിക്കത്തുള്ളൂ. അച്ഛൻ അന്നത്തെ കാലത്ത് BA മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BA കഴിഞ്ഞ് വന്ന ആളാണ്. തുണ്ടത്തിൽ വലിയ ഫാമിലിയാണ്, അടുത്ത ഗ്രാമം. അപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓഫറുകൾ സെക്രട്ടേറിയറ്റിലും ഒക്കെ അക്കാലത്ത് കയറുന്നെങ്കിൽ അച്ഛൻ ഭേഷ്കാർ, അതായത് ഇപ്പോഴത്തെ കളക്ടർ പോസ്റ്റിൽ ഇരിക്കേണ്ട ആളായിരുന്നു. പക്ഷേ ഒരു ഓഫറും അച്ഛൻ സ്വീകരിക്കില്ല. എനിക്ക് സാഹിബിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണമെന്ന് ഓർക്കണം, എനിക്ക് എന്നെ കൊണ്ട് കഴിയത്തില്ല. കുറേ പാടങ്ങളുണ്ട്, കുറേ കൃഷിഭൂമിയുണ്ട്. ഞാൻ ഇതൊക്കെ നോക്കി ഇങ്ങനെ കഴിഞ്ഞോളാം. ഇതായിരുന്നു ആ ഒരു സ്റ്റൈൽ. വായനയുടെ എഴുത്തിൻ്റെയും മുഖം അയാൾക്ക് കിട്ടിയത് തൃശ്ശൂരാണ്. രാമു കാര്യമായിട്ട്, സേതു തുടങ്ങിയവരുമായിട്ടുള്ള, അന്ന് തൃശ്ശൂർ മേഖലയിലുണ്ടവരില്ല, അവരുമായിട്ടുള്ള ബന്ധം വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു. അപ്പോഴാണ് സിനിമ രാമുകാര്യൻ്റെ കൂടെ ഇങ്ങനെ നടന്നാണ് സിനിമ എന്നുള്ള മീഡിയയെപ്പറ്റി ശരിക്കും മനസ്സിലായെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പ്രേമത്തിൻ്റെ എന്നും ഒരു ആരാധകൻ പത്മരായൻ.